ഇപ്പോൾ വാട്സപ്പിലുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ടാബ് തുറക്കുക, ന്യൂ ടാബ് തുറക്കുകയാണ്. എന്നിട്ട് വാട്സപ്പ് വെബ് എന്ന് ടൈപ്പ് ചെയ്തു. വാട്സപ്പ് വെബ് സെലക്ട് ചെയ്തു. ഇവിടെ തുറന്നിരിക്കുന്ന പേജിൽ വാട്സപ്പ് വെബ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇനി ചെയ്യുന്നത് നമ്മളെ മൊബൈലിൽ വാട്സപ്പ് എടുക്കുക. എന്നിട്ട് മുകളിലുള്ള 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് അവിടെയും വാട്സപ്പ് വെബ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്നിട്ട് കമ്പ്യൂട്ടർ നേരെ മൊബൈൽ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പിടിച്ചിട്ടാണുള്ളത്, അപ്പോൾ നമ്മുടെ വാട്സപ്പ് അവിടെ വന്നിട്ടുണ്ട്. വാട്സപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോമിൽ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് ക്ലിക്ക് ചെയ്യാനായിരുന്നു. ഞാൻ നേരത്തെ വോയിസ് ടു ടെക്സ്റ്റ് എന്ന ആപ്പിൽ സംസാരിച്ചപ്പോൾ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് ടൈപ്പ് ചെയ്ത് അത് ഞാൻ ഈ സ്കൂൾ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഫോം ചെയ്തതാണ്. എൻ്റെ മക്കളുടെ പേരൊക്കെ ചേർത്തൊരു ഗ്രൂപ്പാക്കി, 2 ആളുടെയും. എന്നിട്ട് അത് 2 പേരെയും അതിൻ്റെ അകത്ത് ഡിലീറ്റ് ആക്കി. അപ്പോൾ ഞാൻ മാത്രമുള്ളൊരു ഗ്രൂപ്പാണിത്. അപ്പോൾ ഇതിലേക്ക് എനിക്ക് ആവശ്യമുള്ളത് അയക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതിൽ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ആ ഗ്രൂപ്പിലുള്ള മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ കോപ്പി ചെയ്യണേ. ഡ്രാഗ് ചെയ്തു. ഇപ്പോൾ സെലക്ഷനായി. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി അടിച്ചു. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫോം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് വാട്സപ്പാണ്. ഈ ഫോമിൽ പോയി ഇവിടെയാണ് വേണ്ടത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ചോദ്യം ഇവിടെ വന്നു. നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ അത്രയും സമയം എളുപ്പത്തിൽ പറയുമ്പോൾ കുറച്ച് സമയം ലാഭിക്കാം. സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നുള്ളത് ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഇത് ഞാൻ ഷോർട്ട് ആൻസർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഷോർട്ട് ആൻസർ ടൈപ്പ് കൊടുത്തു. ഇനി ആൻസർ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരം ആരാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കറക്റ്റ് ആൻസർ ബാഡൻ പവലാണ്. ബാഡൻ പവൽ എന്ന് ക്ലിക്ക് ചെയ്തു. ഇനി അടുത്തത് ഈ ബാഡൻ പവൽ അല്ലാതെ മറ്റേത് ആൻസർ ആണെങ്കിലും അത് ഇൻകറക്റ്റാണ്. അപ്പോൾ അത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മറ്റേത് ആൻസർ ആണെങ്കിലും ഇൻകറക്റ്റായിട്ട് റീഡ് ചെയ്തോളൂ. ഇനി നമുക്ക് പോയിൻ്റ് കൊടുക്കണം. ഇവിടെയും ഞാൻ കൊടുക്കുന്നത് 5 പോയിൻ്റ് കൊടുത്തു. ഇനി ആൻസർ ഫീഡ്ബാക്ക്. നമുക്കിതിനെ പറ്റി എന്തെങ്കിലും ആൻസർ ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫീഡ്ബാക്ക് കൊടുക്കാം. സേവും കൊടുക്കാം. ഡൺ കൊടുക്കുക. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇനി ഇത്രയും ക്വസ്റ്റ്യൻ മാത്രമേ ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് പ്രിവ്യൂ അല്ല, അത് വേണ്ട. നമുക്ക് കസ്റ്റമൈസ് തീം എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇത് കുറച്ച് ഭംഗിയാക്കാൻ പറ്റും. കസ്റ്റമൈസ് തീം എടുത്ത് തീം ഓപ്ഷൻസ്, ഹെഡർ, ഈ ഹെഡിങ്ങില്ലേ അതിന് ഇമേജ് സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ തീംസ് ഇവിടെയുണ്ട്. വർക്ക്, സ്കൂള്, ബർത്ത്ഡേൻ്റെ ആണെങ്കിൽ ഇവിടെ തീം പലത് വേറെ വരുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന തീമൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് വർക്ക് ആൻഡ് സ്കൂളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള തീം എടുക്കാം. ഇൻസേർട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ചിത്രം വന്നിട്ടുണ്ട്, ഇമേജ്. ഇനി ഇവിടെ ഫോട്ടോ വേണമെങ്കിലും സ്കൂളിൻ്റെ ഫോട്ടോ വേണമെങ്കിലും എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി ഇത് വേണ്ടെങ്കിൽ നമുക്കിതിനെ പോക്കാം. ചൂസ് ഇമേജ് ഒന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കും. ഇപ്പോൾ നമ്മൾ തീംസാണ് എടുത്തത്. ഇനി കമ്പ്യൂട്ടറിലുള്ള ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ഇത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോസ് നമുക്കങ്ങനെ അയക്കാൻ പറ്റും.
അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് വർക്ക് ആൻഡ് സ്കൂളിലുള്ള ഒരു തീം എടുക്കുകയാണ്. ഇൻസേർട്ട് കൊടുത്തു. അതിൻ്റെ ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്. ഇനി തീം കളർ കൊടുക്കാൻ, അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് മാറി വന്നിട്ടുണ്ട്, തീം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുമ്പോൾ ഇപ്പോഴുള്ളത് മാറുന്നത് നോക്കിക്കോളൂ. ക്ലിക്ക് ചെയ്യുമ്പോൾ മാറി വരുന്നത് ഇതാണിപ്പോൾ കൊടുക്കുന്നത്. ഫോണ്ട് സ്റ്റൈൽ ഇപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബേസിക് സ്റ്റൈലാണ്. ഇത് വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ എഴുത്ത് മാറുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. എഴുത്തിൻ്റെ സ്റ്റൈൽ മാറുന്നത് ഇങ്ങനെ നമ്മളുടെ എഴുത്തിൻ്റെ സ്റ്റൈലും കൂടി മാറ്റാം. അപ്പോൾ ഇതിനെ ഭംഗിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് പിന്നെ ചെയ്യാൻ പോകുന്നത് സെറ്റിങ്സ് ആണേ. സെറ്റിങ്സിൽ ഇമെയിൽ അഡ്രസ്സ് കലക്ട് ചെയ്യേണ്ടതില്ല. നമുക്കിപ്പോൾ ഒരു സർവേ ഒക്കെ ആണെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്കിത് ടിക്ക് കൊടുക്കാം. പിന്നെ റെസ്പോൺസ് റെസീപ്റ്റ് ഇതെന്ന് വെച്ചാൽ കുട്ടിക്ക് ഉത്തരങ്ങൾ ചെയ്തതിന് ശേഷം കാണാൻ കഴിയണമെങ്കിലാണ് ഇത് കൊടുക്കേണ്ടത്. പിന്നെ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഒരു ഇമെയിൽ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് ഒരു തവണ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഇമെയിൽ ഉപയോഗിച്ച് ഒരു തവണ മാത്രം ചെയ്യാൻ പറ്റണമെങ്കിൽ അത് നമ്മളിവിടെ ടിക്ക് കൊടുത്താൽ മതി. പിന്നെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കണം. ക്വിസിന് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ അടുത്തത് പ്രസൻറ്റേഷനിലാണ്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, പ്രസൻറ്റേഷനല്ല, ക്വിസാണല്ലോ. പിന്നെ ക്വിസ് എടുക്കുക. ഇവിടെ മേക്ക് ദിസ് എ ക്വിസ്, ഇതിപ്പോൾ ഓണാക്കി വെക്കുക. ഇതിൽ ക്വിസാക്കി മാറ്റുകയാണ്. ഇനി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സബ്മിറ്റ് ചെയ്ത ഉടനെ ഗ്രേഡ് കാണാൻ പറ്റും. ആ തരത്തിലാണ് നമ്മളിവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വേണ്ടെങ്കിൽ ലേറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി ഇവിടെ മിസ്ഡ് ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് കാണാൻ കഴിയും, കറക്റ്റ് ആൻസർ കാണാൻ പറ്റും, പോയിന്റ് വാല്യൂ കാണാൻ പറ്റും. ഇതൊന്നും കാണണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ഈ ടിക്കൊക്കെ പിന്നെ മാറ്റുക. എന്നിട്ട് ക്വിസ് ഇപ്പോൾ മേക്ക് ഒരു ക്വിസാക്കി മാറ്റിയിട്ടുണ്ട്. സേവ് കൊടുക്കുന്നു. സെറ്റിങ്സായി. ഇനി നമുക്ക് സെൻഡ് കൊടുക്കണം. അതിന് മുമ്പിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ണിൻ്റെ ചിഹ്നമുള്ള. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ കാണുന്നത് ഈ രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് മനസ്സിലാവും. വീണ്ടും ഇവിടെ ഗൂഗിൾ ഫോമിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ പഴയ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തു, സെൻഡ് അയച്ചു കഴിഞ്ഞാൽ കുട്ടികൾ റെസ്പോൺസ് അയക്കുമല്ലോ. റെസ്പോൺസ് ഇവിടെയാണ് വരിക. ഇവിടെ റെസ്പോൺസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ആരും റെസ്പോൺസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് 0 റെസ്പോൺസ് എന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെയും വേറൊരു റെസ്പോൺസായി വരുവാണെങ്കിൽ നമ്മൾ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ വിഷമിക്കും. അതിനുവേണ്ടി നമുക്കൊരു സ്പ്രെഡ്ഷീറ്റ് ആദ്യം തന്നെ തയ്യാറാക്കി വെക്കാം. ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ് കാണാം. അവിടെ ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പോൾ ലിങ്ക്ഡ് സ്പ്രെഡ്ഷീറ്റ് ലിങ്ക്ഡ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സ്പ്രെഡ്ഷീറ്റ് ലിങ്ക്ഡ് ആയിട്ടുണ്ട്. നമുക്കത് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. ഒരു സ്പ്രെഡ്ഷീറ്റ് വന്നിട്ടുണ്ട്. ഇതിലാണ് കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്ത് വരുന്നത്. അത് നമുക്ക് മാർക്ക് എൻ്റർ ചെയ്തതിന് ശേഷം നോക്കാം. ഇനി നമുക്ക് സെൻഡ് കൊടുക്കണം, കുട്ടികൾക്ക് അയക്കണം. അപ്പോൾ തന്നെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്പോൾ ക്വസ്റ്റ്യൻസ് എടുക്കുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇമെയിൽ ഇവിടെ ഇത് ഇമെയിലിൻ്റെ ചിഹ്നമാണ്. ഇമെയിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇമെയിൽ വഴി അയക്കാം. അപ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇത് ലിങ്കാണ്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ലിങ്ക് അയക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയ ക്വിസിൻ്റെ ലിങ്കാണ് ഇത്രയും നീളത്തിലിവിടെ വന്നിരിക്കുന്നത്. അതിനെ ചെറുതാക്കാൻ വേണ്ടി ഷോർട്ടൺ കണ്ടുള്ള ഓപ്ഷൻ കണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ലിങ്ക് ഒന്ന് ചെറുതായി വന്നു. ഇനി നമുക്ക് കോപ്പി ചെയ്യാൻ സൗകര്യമാണ്, ഷെയർ ചെയ്യാൻ. എന്നിട്ട് ഇവിടെ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി ഈ ലിങ്ക് നമുക്ക് വാട്സപ്പിലേക്കാണ് അയക്കേണ്ടത്. നമ്മൾ നേരത്തെ വാട്സപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ മേലെ കാണുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏത് ഗ്രൂപ്പിലേക്കാണോ അയക്കേണ്ടത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ സ്കൂൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്കാണ് അയക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് എ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊന്ന് കാണുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ഈ ലിങ്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് അമർത്തി പിടിക്കുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഇത് വന്നിട്ടുണ്ട്. ഈ ലിങ്ക് ഇവിടെ നേരത്തെ കോപ്പി ചെയ്ത ലിങ്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഇവിടുത്തെ ഈ എറോ മാർക്ക് സെൻഡ് ബട്ടണാണ്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജ് ഇതാണ്ടോ, ലാസ്റ്റിൽ വന്നിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ നമ്മൾ അയച്ചിരിക്കുന്ന ഗ്രൂപ്പിൽ, കുട്ടികളുടെ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് എത്തും. എത്തിക്കഴിയുമ്പോൾ കുട്ടികൾ ഓരോരുത്തരായിട്ട് ആൻസർ അയക്കുമല്ലോ. അങ്ങനെ ആൻസർ അയച്ചു കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ തയ്യാറാക്കി വെച്ച സ്പ്രെഡ്ഷീറ്റിൽ അവർ ആൻസർ എങ്ങനെ കാണുകയെന്ന് കൂടി നമുക്ക് കാണാം. അത് ഇപ്പോഴ് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ആൻസർ അയക്കുന്നത് ചെയ്യാം. ഈ വീഡിയോ ലെങ്ത്ത് ഫുള്ള് ചെയ്യാൻ സമയം മുഴുവൻ തികയില്ല. അതുകൊണ്ട് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.